മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ആരംഭം. മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ആരംഭം. ദൈവം സകലതും സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യനായ ആദാമിനെയും ദൈവം സൃഷ്ടിച്ചു. അവൻ്റെ ഭാര്യയായ ഹവ്വായോടുകൂടെ ഏദൻ തോട്ടത്തിൽ ദൈവം അവരെ ആക്കി. അവർ പരിപൂർണ സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു. ദൈവസാന്നിധ്യം സന്തോഷം നൽകി. എന്നാൽ ഒരു ദിവസം, തോട്ടത്തിലെ യാതൊരു വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഹവ്വയോട് പാമ്പ് ചോദിച്ചു. ഒന്നൊഴികെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഞങ്ങൾക്ക് തിന്നാം എന്ന് ഹവ്വ ഉത്തരം പറഞ്ഞു. അത് ഭക്ഷിക്കുകയോ തൊടുകയോ ചെയ്താൽ ഞങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കയില്ല എന്ന് പാമ്പ് മറുപടി പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഹവ്വ ഫലം തിന്നുവാൻ ആഗ്രഹിച്ച് പാമ്പിൻ്റെ വാക്കു കേൾക്കുകയും ആ ഫലം അവൾ തിന്നുകയും ചെയ്തു. ഹവ്വ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ശേഷം ആദാമിനും ആ ഫലം കൊടുത്തു. അയാളും അത് തിന്നു. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ആദമും ഹവ്വയും പാപം ചെയ്തതിനു ശേഷം തങ്ങൾ നഗ്നരെന്ന് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവർ അത്തിയില കൂട്ടിത്തുന്നി ഒരു അരയാട ഉണ്ടാക്കി നഗ്നത മറച്ചു. ദൈവം കാണാതിരിക്കുവാൻ അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ വന്നു. ആദാമും ഹവ്വയും ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന് അറിയാമായിരുന്നു. ആദാം ഹവ്വയുടെ മേൽ കുറ്റം ചുമത്തി, ഹവ്വ പാമ്പിൻ്റെ മേൽ കുറ്റം ചുമത്തി. ദൈവം പാമ്പിനെ ശപിച്ചു. ദൈവം ഹവ്വയോട്, വേദനയോടെ നീ മക്കളെ പ്രസവിക്കും എന്ന് പറഞ്ഞു. ആദാമേ, നീ പാപം ചെയ്തിരിക്കൊണ്ട് ഭൂമി മുഴുവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്നും ഉപജീവനം നടത്തും എന്നും പറഞ്ഞു. ദൈവം ആദാമിനെയും ഹവ്വയെയും മനോഹരമായ ആ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ജീവൻ നൽകുന്ന ദൈവത്തെങ്കിൽ നിന്ന് പാപം നിമിത്തം അവർ മാറ്റപ്പെട്ടു. ജ്വാലയുള്ള വാളിനാൽ ദൈവം തോട്ടത്തെ സംരക്ഷിച്ചു. ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ഈ സമയത്ത് ആദമും ഹവ്വയും ഒരു കുടുംബമായി തീർന്നു. അവരുടെ ആദ്യ മകൻ കയീൻ കൃഷിക്കാരനും രണ്ടാമത്തെ മകൻ ഹാബേൽ ആട്ടിടയനുമായിരുന്നു. ഒരു ദിവസം കയീൻ ദൈവത്തിന് ദാനമായി പച്ചക്കറികൾ കൊണ്ടുവന്നു. ഹാബേൽ ഒരു നല്ല ആടിനെ കൊണ്ടുവന്നു. ദൈവം ഹാബേലിൻ്റെ ദാനത്തെ സ്വീകരിച്ചു. കയീൻ്റെ ദാനത്തെ ദൈവം സ്വീകരിച്ചില്ല. കയീൻ കോപിച്ചു. ദൈവം പറഞ്ഞു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിൽ പ്രസാദമുണ്ടാകയില്ലയോ? കയീൻ്റെ കോപം അവനെ വിട്ടുമാറിയില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം വയലിൽ വെച്ച് അവൻ ഹാബേലിനെ അടിച്ചു കൊന്നു. ദൈവം കയീനോട്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, കയീൻ കള്ളം പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനോ? ദൈവം കയീൻ്റെ കൃഷി ചെയ്യുവാനുള്ള കഴിവ് എടുത്തു കളഞ്ഞു. കയീൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. കയീൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി ആദാമിൻ്റെയും ഹവ്വയുടെയും മകളെ വിവാഹം കഴിച്ച് ഒരു കുടുംബമായി തീർന്നു. വേഗത്തിൽ തന്നെ കയീൻ്റെ മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും താൻ കണ്ടുപിടിച്ചതായ പട്ടണത്തിൽ നിറഞ്ഞു. അതേ കാലയളവിൽ തന്നെ ആദാമിൻ്റെയും ഹവ്വായുടെയും കുടുംബം അഭിവൃദ്ധി പ്രാപിച്ചു. ഇന്ന് ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ കാലം അന്നുള്ള ആളുകൾ ജീവിച്ചിരുന്നു. ഷേത്ത് ജനിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, ഹാബേലിനു പകരമായി എനിക്ക് ഷേത്തിനെ ദൈവം നൽകി. ഷേത്ത് 912 വർഷം ജീവിച്ച് തൻ്റെ തലമുറയെ കണ്ടു.
ആ കാലത്ത് ജനം ഓരോ തലമുറ വരുമ്പോഴും അനീതിയിൽ നിറഞ്ഞു. അവസാനം ദൈവം അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഭൂമിയിലുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുതപിച്ചു. എന്നാൽ ഒരു മനുഷ്യനിൽ ദൈവത്തിന് പ്രസാദമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് നോഹ. ഷേത്തിൻ്റെ വംശത്തിലായിരുന്നു നോഹ. നീതിമാനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു നോഹ. അവൻ ദൈവത്തോടു കൂടെ നടന്നു. നോഹ തൻ്റെ മക്കളെ ദൈവത്തെ അനുസരിക്കുവാൻ പഠിപ്പിച്ചു. നോഹയെ അവിശ്വസനീയമാം വിധം പ്രത്യേക തരത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. ആമേൻ. നാം തെറ്റുകാരെന്ന് ദൈവം അറിയുന്നു. അതിന് പാപമെന്നും പറയുന്നു. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. അതിനാൽ തൻ്റെ മകനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. യേശു മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമെങ്കിൽ ദൈവത്തോട് ഇപ്രകാരം പറയുക: പ്രിയ ദൈവമേ, യേശുവേ, എനിക്കു വേണ്ടി മരിച്ച് ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് ഒരു പുതിയ ജീവിതം നൽകണമേ. നിരന്തരം നിന്നോട് അടുത്ത് ജീവിക്കുവാനും നിന്റെ മകനായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. യോഹന്നാൻ 3:16. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ആരംഭം. ദൈവവചനത്തിൽ നിന്നും ഒരു കഥ. ബൈബിളിൽ നിന്നും എടുത്തത്. ഉൽപ്പത്തി 3 മുതൽ 6 വരെ. നിങ്ങളുടെ പ്രവേശന വാക്ക് വെളിച്ചം പകരട്ടെ. സങ്കീർത്തനം 119:130. എഴുതിയത് എഡ്വേർഡ് ഹ്യൂഗ്സ്. ഉദാഹരണം ബൈറൻ അങ്കർ, ലാസറസ്. അംഗീകരിച്ചത് റവറൻഡ് ബെന്നി. തർജ്ജിമ ചെയ്തത് എം മെലിയറ്റ്, ടമ്മി എസ്.